ഹായ് ഫ്രണ്ട്സ്, എലമെൻ്റൽ പി എസ് സിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത് PYQ സീരീസിലെ ക്വസ്റ്റ്യൻ പേപ്പർ 1 ഇതിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന് നോക്കുന്നത്. ഇതിൽ സ്പോർട്സ്, IT, ഇംഗ്ലീഷ്, മലയാളം എന്നീ സബ്ജക്റ്റുകളാണ് കവർ ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മുപ്പത്തിനാലാമത്തെ ചോദ്യം, പിച്ചർ എന്ന വാക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ഓപ്ഷൻ ഡി ബേസ്ബോൾ. അപ്പോൾ സ്മാഷ്, അഡ്വാൻറ്റേജ്, ബ്രേക്ക് പോയിന്റ് ഇവ ഏതുമായി ബന്ധപ്പെട്ടാണ്? ടെന്നീസുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് സ്മാഷ്, അഡ്വാൻറ്റേജ്, ബ്രേക്ക് പോയിന്റ്. കാഡി, ഹോൾ, ടീ, ലിങ്ക്, ബോഗി ഇത് ഗോൾഫുമായി ബന്ധപ്പെട്ടാണ്. കാഡി, ഹോൾ, ടീ, ലിങ്ക്, ബോഗി. അടുത്ത ചോദ്യം 36ാമത്തെ ചോദ്യം, ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ എന്ന തലക്കെട്ട് നേടിയതാരാണ്? ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ. ഓപ്ഷൻ ഡി അഞ്ജലി ഭഗവത്. 37ാമത്തെ ചോദ്യം, 2004 ഏതൻസ് ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്കിൽ മോഹിനി ഭരദ്വാജ് ഒളിമ്പിക് മെഡൽ നേടിയത് ഏത് രാജ്യത്തിന് വേണ്ടിയാണ്? ഓപ്ഷൻ ബി അമേരിക്ക. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബോക്സിംഗ് റഫറി ആരാണ്? റസിയ ഷബ്നം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബോക്സിംഗ് റഫറി റസിയ ഷബ്നം. ഇത് മേരികോം ആരാണ്? മേരികോം ബോക്സറാണ്. പിന്നെ നോറ ജോൺസ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ സിംഗറാണ്. സീമ അറ്റ്ലെ ഡിസ്കസ് ത്രോവറാണ്. 39 2003 ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നത് ഇന്ത്യയിൽ എവിടെയാണ്? ഓപ്ഷൻ ഡി ഹൈദരാബാദ്. 40 ICC വനിതാ വേൾഡ് കപ്പ് 2022 ഔദ്യോഗിക ഗാനം അറിയപ്പെടുന്നത് എങ്ങനെ? ഗേൾ ഗാങ്. അപ്പോൾ T20 വിമൻസ് വേൾഡ് കപ്പ് 2024 തീം സോങ് ആണ് വാട്ട് എവർ ഇറ്റ് ടേക്സ്. 2022 ഏതായിരുന്നു? ഗേൾ ഗാങ്. അതുപോലെ 2024 വാട്ട് എവർ ഇറ്റ് ടേക്സ്. ഇതിൽ 39ാമത്തെ ചോദ്യം ഒന്നുകൂടി ഒന്ന് നോക്കുക. ഇതിൽ ഹൈദരാബാദ് പറഞ്ഞല്ലോ, ലാസ്റ്റായിട്ട് നടന്നത് ഹൈദരാബാദിലാണ്. 2003 കഴിഞ്ഞ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നിട്ടില്ല. അത് ലാസ്റ്റായിട്ട് നടക്കുന്നത് ഇന്ത്യയിലാണ്, അത് ഹൈദരാബാദിൽ. 41ാമത്തെ ചോദ്യം, കമ്പ്യൂട്ടറിൻ്റെ CPU താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം അറിയപ്പെടുന്നത് എന്താണ്? രജിസ്റ്ററാണ്. കമ്പ്യൂട്ടറിൻ്റെ CPU താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം രജിസ്റ്റർ. അപ്പം നമുക്ക് രജിസ്റ്റർ എന്താണെന്ന് ജസ്റ്റ് കുറച്ചും കൂടി ഒന്ന് നോക്കാം. ഇത് CPU-വിനുള്ളിലെ സ്റ്റോറേജ് ഏരിയാസ് ആണ്. CPU-വിന് ഉള്ളിലെ സ്റ്റോറേജ് ഏരിയാസ് ആണ്. പക്ഷേ സ്റ്റോറേജ് ഏരിയ ആണെങ്കിൽ കൂടിയും ഇത് മെമ്മറിയുടെ ഭാഗമല്ല. കമ്പ്യൂട്ടറിന് വേഗത നൽകുകയാണ് ചെയ്യുന്നത്. അതായത് കമ്പ്യൂട്ടറിന് വേണ്ട നിർദ്ദേശങ്ങൾ, ഡേറ്റ ഇതൊക്കെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ഒരു സംഭരണ കേന്ദ്രമാണ് രജിസ്റ്റർ. CPU-നുള്ളിലെ സംഭരണ സ്ഥലങ്ങളാണ്, ദാറ്റ് ഈസ് സ്റ്റോറേജ് ഏരിയാസ്. എന്താണ് സ്റ്റോർ ചെയ്യുന്നത്? നിർദ്ദേശങ്ങളും ഡേറ്റകളും. മെമ്മറിയുടെ ഭാഗമാണോ? അല്ല. രജിസ്റ്റർ എന്താണ്? മെമ്മറിയുടെ ഭാഗമല്ല. കമ്പ്യൂട്ടറിന് എന്ത് നൽകുന്നു? വേഗത നൽകുന്നു. ഇനി റാം എന്താണെന്ന് നോക്കാം. ഓപ്ഷൻസിനകത്ത് റാമിൻ്റെ ഫുൾ ഫോം എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി. അപ്പോൾ നമുക്ക് മെമ്മറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ് എന്നും സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്നും ഡിവൈഡ് ചെയ്യാവേ. എന്താണ് പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ്, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്. ഈ പ്രൈമറി സ്റ്റോറേജ് ഡിവൈസിനകത്താണ് റാമും റോമും. പ്രൈമറി സ്റ്റോറേജ് ഡിവൈസിനകത്ത് ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? റാമും റോമും. എന്താണ് ഈ പ്രൈമറി സ്റ്റോറേജും സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത്? പ്രൈമറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറിനകത്ത് ഇൻബിൽഡ് ആണ്. അതായത് CPU-വിനകത്ത് അതിനകത്ത് ഇൻബിൽഡ് ആയിട്ടുള്ള കാര്യമാണ് പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത്. സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നു.
പുറത്തുനിന്ന് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് എന്ത് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്. അതേതാണ് നമ്മൾ പുറത്തുനിന്ന് ഇട്ട് കൊടുക്കുന്ന സാധനങ്ങൾ, നമ്മൾ CD ഇട്ട് കൊടുക്കാറില്ലേ, പിന്നെ എന്താണ് മെമ്മറി കാർഡ് കൊടുക്കാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ റാം ഏതിലാണ് ഉൾപ്പെടുക? അത് പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ് ആണ്. റാമിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറി. ടെമ്പററി ആയിട്ടാണ് ഇതിനകത്ത് ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ഡേറ്റയും ആപ്ലിക്കേഷൻ പ്രോഗ്രാമും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സൂക്ഷിക്കുന്നു. എന്താണ് ഡേറ്റ, ആപ്ലിക്കേഷൻ പ്രോഗ്രാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് വിൻഡോ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം എടുക്കുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു വേർഡ് എടുക്കുക, നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി വേർഡ് എടുക്കുന്നു. അപ്പോൾ വേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമാണ്. അതിനകത്ത് നമ്മൾ ഡേറ്റാസ് ഇൻപുട്ട് ചെയ്യുന്നു, അതാണ് ഡേറ്റ. അപ്പോൾ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാകും. നമ്മൾ ഇപ്പം ലാപ്ടോപ്പ് ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും ഓൺ ആക്കുമ്പോൾ അതിനകത്ത് ഇപ്പം മൈക്രോസോഫ്റ്റ് വിൻഡോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരില്ലേ. അപ്പം മൈക്രോസോഫ്റ്റ് വിൻഡോ എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതിനകത്ത് നമ്മൾ എടുക്കുന്ന ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഉണ്ടായിരിക്കും. ആ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്ന ഡേറ്റാസും ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളും സൂക്ഷിക്കുന്നത് ആരാണ്? റാമാണ്. റാൻഡം ആക്സസ് മെമ്മറിയാണ്. ഇനി അടുത്ത റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ഒൺലി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ്? ടെമ്പററി അല്ല, ഇത് പെർമനൻ്റ് ആയിട്ടുള്ളതാണ് റീഡ് ഒൺലി മെമ്മറി. ഇത് കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. എന്താണ്? കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുവാനുള്ള പ്രോഗ്രാം. നമ്മളിപ്പം കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ അവിടെ ബൂട്ട് പ്രോഗ്രാം നടക്കില്ലേ, അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ റീഡ് ഒൺലി മെമ്മറി. റാം ആയിരുന്നു ആണെങ്കിൽ എന്താണ്? റാൻഡം ആക്സസ് മെമ്മറിയാണ് റോം എന്ന് പറയുന്നത് റീഡ് ഒൺലി മെമ്മറി. ഹാർഡ് ഡിസ്ക് എന്തായിരുന്നു? സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആയിരുന്നു. അടുത്തത് 42ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? ഏതാണ്? OMR ആണ് ഇൻപുട്ട് ഡിവൈസ്. ഓപ്ഷൻ A OMR. ബാക്കി പ്ലോട്ടർ, പ്രിൻ്റർ, സ്പീക്കർ. പ്രിൻ്ററിൽ നിന്നും പ്രിൻ്റ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് എടുക്കുകയല്ലേ ചെയ്യുന്നത്. സ്പീക്കർ എന്താണ്? അതിൽ നിന്ന് സൗണ്ട് വെളിയിലേക്ക്. പ്ലോട്ടർ എന്താണ്? പ്ലോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറാണ് പ്ലോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, നമ്മൾ ഫ്ലെക്സ് ഒക്കെ പ്രിൻ്റ് ചെയ്യില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള സംഗതിയാണ് ഈ പ്ലോട്ടർ എന്ന് പറയുന്നത്. 43ാമത്തെ ചോദ്യം. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡേറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡേറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ നേരെ ഇംഗ്ലീഷ് വായിച്ച് നോക്കുമ്പോൾ ഇത് ക്ലിയർ ആയിട്ട് കിട്ടും. അത് നേരെ മലയാളത്തിലേക്ക് കൊടുക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആവാതെ പോകുന്നതാണ്. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡേറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി ഏതാണ്? ഓപ്ഷൻ C ആണ് NIC, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹാർഡ്വെയർ കമ്പോണൻ്റ് ആണ്. ഇതെന്ത് ചെയ്യുന്നു? ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്നു. കമ്പ്യൂട്ടറിൻ്റെ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്ത് ഡേറ്റ മറ്റ് ഡിവൈസുകളുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു. അതാണ് NIC എന്ന് പറയുന്നത്, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് പറയുന്നത്. ഒരു നെറ്റ്വർക്കിലേക്ക് കമ്പ്യൂട്ടറിനെ കണക്റ്റ് ചെയ്യുകയും എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഡേറ്റാസ് മറ്റ് ഡിവൈസുകളുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ഹാർഡ്വെയർ കമ്പോണൻ്റ് ആണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു ഹാർഡ്വെയർ ആണെങ്കിൽ കൂടിയും, ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്, ഒരു ഹാർഡ്വെയർ ആണെങ്കിൽ കൂടിയും ഇതെന്താണ്? ഡേറ്റയുടെ ആ ഒരു ഒഴുക്കില്ല, ഡേറ്റയുടെ ഒരു ട്രാൻസ്മിഷൻ അത് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വയർലെസ് ആയിട്ടുള്ള ഒരു ടോപ്പോളജി ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഹാർഡ്വെയർ ആണ്, പക്ഷേ അത് കുഴപ്പമില്ല. ഹാർഡ്വെയർ ആണെങ്കിൽ കൂടിയും എന്താണ്? ഡേറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വയർലെസ് ടോപ്പോളജി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ശരിക്കും ഉദ്ദേശിക്കുക. അപ്പോൾ എന്താണ്? നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡാണ്. ഇതൊരു കാർഡല്ലേ, എന്താണ്? ഇതിന് വയർലെസ് ആയിട്ടുള്ള ഒരു കാർഡല്ലേ. അപ്പം കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? അതിന് വയറില്ല, അപ്പോൾ വയർലെസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യുന്നു? നമുക്ക് കമ്പ്യൂട്ടറിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് കമ്പ്യൂട്ടർ
ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്റ്റ് ചെയ്യുകയും എന്നിട്ട് മറ്റു ഡിവൈസുകളുമായിട്ട് ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. അടുത്ത ഓപ്ഷൻസ് നോക്കാം. മോഡം. എന്താണ് മോഡം? മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ. ഇതാണ് മോഡത്തിൻ്റെ ഫുൾ ഫോം. മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ. ഇത് ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലായിട്ടും അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലായിട്ടും എന്ത് ചെയ്യുന്നു? മാറ്റുന്ന ഒരു ഡിവൈസാണ്. ഇതെന്ത് ചെയ്യുവാണ്? ഇത് ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുന്നു. കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ ഡിവൈസസിനെ ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് മോഡം എന്ന് പറയുന്നത്. എന്ത് ചെയ്യുവാണ് ചെയ്യുന്നത്? ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലാക്കുകയും അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് റൂട്ടർ. റൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സ്വിച്ചേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റൂട്ടർ. മൾട്ടിപ്പിൾ സ്വിച്ചേഴ്സിനെ കണക്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ആ കമ്പ്യൂട്ടേഴ്സിൽ IP അഡ്രസ്സ് ഉപയോഗിച്ച് ഓരോ കമ്പ്യൂട്ടറിന് IP അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഡേറ്റ വന്നു, ഇത് ഏത് കമ്പ്യൂട്ടറിലേക്കാണ് പോകേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ റൂട്ടർ IP അഡ്രസ്സ് എടുത്ത് IP അഡ്രസ്സ് നോക്കുന്നു. ഇത് ഏത് കമ്പ്യൂട്ടറിനാണ് കൊടുക്കേണ്ടതെന്നുള്ളത് IP അഡ്രസ്സ് ചെക്ക് ചെയ്യുന്നു. അപ്പം അതിൻ്റെ ഏത് കമ്പ്യൂട്ടറിൻ്റെ ആണോ ഈ IP അഡ്രസ്സ്, അതിന് നേരെ കൊണ്ട് ഈ ഡേറ്റ കൊടുക്കുന്നു. അതാണ് റൂട്ടർ. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് നമ്മൾ റൂട്ട് നോക്കുന്നത് ഇങ്ങനെ അഡ്രസ്സ് വെച്ചല്ലേ റൂട്ട് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. റൂട്ടർ IP അഡ്രസ്സ്. റൂട്ടർ റൂട്ടർ IP അഡ്രസ്സ് കണക്ട് ചെയ്താണ് റൂട്ടർ പ്രവർത്തിക്കുന്നത്. അടുത്തത് ബ്രിഡ്ജ്. ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ നെറ്റ്വർക്ക് ഉണ്ടാക്കുക ചെയ്യുന്നത്. അതായത് 2 ലാനുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. ബ്രിഡ്ജ് എന്ത് ചെയ്യുക? 2 ലാനുകളെ തമ്മിൽ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. എന്നിട്ടൊരു സിംഗിളായിട്ടുള്ള നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു. ഇതാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാലം ഇവിടുന്ന് അപ്പുറത്തേക്ക് ഒരു സ്ഥലത്തു നിന്ന് A എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് B എന്ന് പറയുന്ന സ്ഥലമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഒരു പാലം. അപ്പം 2 സ്ഥലങ്ങളിലേ കണക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ സിംഗിൾ നെറ്റ്വർക്ക്. ഒരു ലാനിനെ മറ്റൊരു ലാനുമായിട്ട് കണക്ട് ചെയ്യുന്നു. ലാൻ എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് ലാൻ. അപ്പോൾ അതാണ് ബ്രിഡ്ജ്. ഇനി 44ാമത്തെ ചോദ്യം. ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയമാണ് ഏത്? ഓപ്ഷൻ ഡി, ടേൺ അറൗണ്ട് സമയം. ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയം ഏതാണ്? ഓപ്ഷൻ ഡി, ടേൺ അറൗണ്ട് സമയം. എന്താണ് ശരിക്കും ടേൺ അറൗണ്ട് സമയം എന്ന് പറയുന്നത്? ഒരു പ്രോഗ്രാം പൂർത്തിയാക്കുന്നതിനും അത് സബ്മിറ്റ് ചെയ്യുന്നതിനും. അതാണ് ആ ക്വസ്റ്റ്യൻ. സമർപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു പ്രോഗ്രാം പൂർത്തിയാക്കിയിട്ട് അത് സബ്മിറ്റ് ചെയ്യാനായിട്ടും അതിൻ്റെ ഇടയിലെ സമയമുണ്ടല്ലോ. പൂർത്തിയാക്കുന്നു, സബ്മിറ്റ് ചെയ്യുന്നു, ഇതിൻ്റെ ഇടയിലൊരു സമയമുണ്ട്. അതാണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. നമുക്ക് വെയിറ്റിംഗ് ടൈം എന്താണെന്ന് നോക്കാം. വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേൺ അറൗണ്ട് ടൈമിൻ്റെയും ബേസ്റ്റ് ടൈമിൻ്റെയും ഡിഫറൻസ് ആണ്. ടേൺ അറൗണ്ട് ടൈമിൻ്റെയും ബേസ്റ്റ് ടൈമിൻ്റെയും BURST ബേസ്റ്റ് ടൈമിൻ്റെയും എന്താണ് ഇടയിലെ അതിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ ഇടയിലെ സമയമാണ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ ടൈം ദാറ്റ് എ പ്രോസസ് സ്പെൻഡ് വൈൽ വെയിറ്റിംഗ് ഇൻ എ റെഡി ക്യൂ ബിഫോർ റീച്ചിങ് ദ CPU. CPU എത്തുന്നതിന് മുന്നേ ഇതൊരു CPU ഈ പ്രോഗ്രാം ചെന്നിട്ടിത് നമുക്ക് പബ്ലിഷ് ചെയ്യപ്പെടണം. ഈ പ്രോഗ്രാം പബ്ലിഷ് ചെയ്യുമല്ല, ആ പ്രോഗ്രാം എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ട് ചെയ്യണം. ആ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ പ്രോഗ്രാം അവിടെ ചെന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അടുത്തത് എന്നെയാണ് ഇനി എക്സിക്യൂട്ട് ചെയ്യാനുള്ള എന്ന് പറഞ്ഞാൽ അവിടെ പുറകിൽ ആ ഒരു ക്യൂവിൽ പോയി നിൽക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ക്യൂവിൽ വെയിറ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സമയമാണ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പം ടേൺ അറൗണ്ട് സമയത്തിൻ്റെ ബേസ്റ്റ് ടൈമിൻ്റെ ഡിഫറൻസ്. ഇപ്പോൾ ബേസ്റ്റ് ടൈം എന്താ നമുക്ക് നോക്കാം. ഇതെന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ CPUവിന് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് ആ ഒരു
എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സില്ലേ, അതിനെടുക്കുന്ന സമയമാണ് ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അതായത് റണ്ണിങ് ടൈം എന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ എക്സിക്യൂഷൻ ടൈം എന്ന് പറയാം. ഒരു സ്പെസിഫിക് ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന അത് നമുക്ക് ഡിസ്പ്ലേ ആവുക, അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുക, അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു സമയത്തിനെയാണ് നമ്മൾ ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ടൈമുകളാണ്? ടേൺ അറൗണ്ട് ടൈമുണ്ട്, വെയിറ്റിംഗ് ടൈമുണ്ട്, ബേസ്റ്റ് ടൈമുണ്ട്. അപ്പോൾ ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം പൂർത്തിയാക്കുന്നു, അത് സബ്മിറ്റ് ചെയ്യുന്നു, ഇതിൻ്റെ ഇടയിലെ ആ ഒരു സമയമാണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. ഇനി വെയിറ്റിംഗ് ടൈം എന്തായിരുന്നു? ഈ ടേൺ അറൗണ്ട് ടൈമിനും ബേസ്റ്റ് ടൈമിനും ഇടയിലുള്ള സമയം. ബേസ്റ്റ് ടൈം എന്തായിരുന്നു? ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് റൺ ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ടേൺ അറൗണ്ട് ടൈം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വെയിറ്റിംഗ് ടൈം വരുന്നു, പിന്നെ ബേസ്റ്റ് ടൈം വരുന്നു. അപ്പോൾ ടേൺ അറൗണ്ട് ടൈം എന്തായിരുന്നു? ഒരു പ്രോഗ്രാം പൂർത്തിയായി, അത് കഴിഞ്ഞ് പൂർത്തിയായി കഴിഞ്ഞ് ഇതെന്ത് ചെയ്യുന്നു? അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി അവിടെ വെയിറ്റ് ചെയ്യുവാണ്, അപ്പോൾ അത് വെയിറ്റിംഗ് ടൈം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം ബേസ്റ്റ് ടൈം. ഇനി 2 ടൈമും കൂടിയുണ്ട്, സീക്ക് ടൈം. എന്താണ് ഈ സീക്ക് ടൈം? സീക്ക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ടേക്കൺ ഫോർ എ ഹാർഡ് ഡിസ്ക് കൺട്രോളർ ടു ലൊക്കേറ്റ് എ സ്പെസിഫിക് പീസ് ഓഫ് സ്റ്റോർഡ് ഡേറ്റ. അതായത് സീക്ക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഹാർഡ് ഡിസ്കിനകത്ത് ഡേറ്റാസ് ട്രാക്കുകളും സെക്ടറുകളായിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ട്രാക്കായിട്ടും സെക്ടറായിട്ടും നമ്മൾ ഈ മാത്സിൽ പഠിക്കുന്ന സെക്ടറില്ലേ, ആ ഒരു ഷേപ്പിൽ എന്നാണ് ആ ഒരു രീതിയിൽ, ഷേപ്പിൽ നല്ല ആ ഒരു രീതിയിൽ സെക്ടറുകളായിട്ടും പിന്നെ എന്താണ് ട്രാക്കുകളായിട്ടുമാണ് ഈ ഹാർഡ് ഡിസ്കിനകത്ത് ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഒരു എന്താണ് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് ഈ ഹാർഡ് ഡിസ്കിൽ നിന്ന് എടുക്കണം. ഹാർഡ് ഡിസ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഡേറ്റ നമുക്ക് എടുക്കണം. അപ്പോൾ ആ ഡേറ്റ ഒരു സ്പെസിഫിക് ഡേറ്റ ഇതെവിടെയാണ് സ്റ്റോർ ചെയ്തത് എന്ന് കൺട്രോളർ, ഹാർഡ് ഡിസ്കിൻ്റെ കൺട്രോളിങ്ങിനെ ലൊക്കേറ്റ് ചെയ്യുക, പുള്ളിക്കാരൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. ആ ഒരു സമയമാണ് സീക്ക് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ സീക്ക് ടൈം എന്താണ്? ഈ ഹാർഡ് ഡിസ്ക് കൺട്രോളറിന് ഈ ഹാർഡ് ഡിസ്കിനകത്ത് സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സ്പെസിഫിക് പീസ് ഓഫ് ഡേറ്റ, നമുക്ക് വേണ്ട ആ ഒരു സ്പെസിഫിക് പീസ് ഓഫ് ഡേറ്റ ലൊക്കേറ്റ് ചെയ്യാനെടുക്കുന്ന സമയമാണ് സീക്ക് ടൈം. അടുത്തത് ലേറ്റൻസി ടൈം. ലേറ്റൻസി ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഡിലേ ബിറ്റ്വീൻ എ യൂസേഴ്സ് ആക്ഷൻ ഓൺ എ നെറ്റ്വർക്ക് ഓർ വെബ് ആപ്ലിക്കേഷൻ ആൻഡ് ദ റെസ്പോൺസ് ദേ റിസീവ്. The delay between a user's action on a network or web application and the response they receive. ഇപ്പം ലേറ്റൻസി ടൈം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ മൊബൈലിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷമല്ലേ നമുക്ക് ആ ഡേറ്റ കിട്ടുന്നത്. ചിലപ്പോൾ നെറ്റ് സ്ലോ ആണെങ്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ എന്താണ് സെർച്ച് ചെയ്തത് അതിൻ്റെ എന്താണ് ഇൻഫർമേഷൻസ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സമയം നമ്മൾ ആ ഒരു ഡിലേ ഇല്ലേ, അതിനെയാണ് ലേറ്റൻസി ടൈം എന്ന് പറയുന്നത്. ഇപ്പോൾ ലേറ്റൻസി ടൈം എന്താണ്? ദ ഡിലേ ബിറ്റ്വീൻ എ യൂസേഴ്സ് ആക്ഷൻ ഓൺ എ നെറ്റ്വർക്ക്. നമ്മുടെ ആക്ഷൻ, നെറ്റ്വർക്കിലെ നമ്മുടെ ആക്ഷനും നമുക്ക് അതിൻ്റെ റെസ്പോൺസ് നെറ്റ്വർക്കിൽ നിന്ന് കിട്ടുന്നു, അതും തമ്മിൽ അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഡിലേ ഇല്ലേ, അതിനെയാണ് ലേറ്റൻസി ടൈം എന്ന് പറയുന്നത്. അടുത്തത് 45-ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ഏത് HTML ടാഗാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏത് HTML ടാഗാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത്? ഇത് ഓപ്ഷൻ ബി ആണ്. സെലക്ട് ടാഗാണ് യൂസ് ചെയ്യുന്നത്. സെലക്ട് ടാഗ്. ഇൻപുട്ട് ടാഗ് എന്താണ്? ടു ക്രിയേറ്റ് ഇൻപുട്ട് ഫീൽഡ്സ് ഇൻ എ ഫോറം ടു കളക്ട് ഡേറ്റ ഫ്രം യൂസേഴ്സ്. അതായത് യൂസർ ഡേറ്റ എൻ്റർ ചെയ്യുന്നില്ലേ, അതാണ് ഇൻപുട്ട് ടാഗ്. ഇത്രേ ഉള്ളൂ. ഇൻപുട്ട് ഫീൽഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നു, അതായത് നമ്മൾ ഡേറ്റ കൊടുക്കുന്നു, അത് വെച്ചിട്ട് ഇൻപുട്ട് ഫീൽഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത്ര ഓർത്താൽ മതി. യൂസർ എൻ്റർ ഡേറ്റ, അതാണ് ഇൻപുട്ട് ടാഗ്. പിന്നെ അടുത്തത് എന്താണ്? സെലക്ട് ടാഗ് നമ്മൾ പറഞ്ഞു. ഓപ്ഷൻ സി നോക്കിയേ, LI ടാഗ്. LI ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലിസ്റ്റ് ടാഗാണ്. LI ടാഗ് എന്ന് പറയുന്നത്. ഈ ലിസ്റ്റ് ടാഗിൽ തന്നെ കുറേ ഉണ്ട്. OL എന്ന് പറയുന്നൊരു ടാഗുണ്ട്. അതെന്താണ്? ഓർഡേർഡ് ലിസ്റ്റാണ്. OL. UL അൺഓർഡേർഡ് ലിസ്റ്റ്.
ഓർഡേർഡ് ലിസ്റ്റ് ഓയിലും യുവൽ അൺഓർഡേർഡ് ലിസ്റ്റ്. ഇനി മെനു എന്താണ്? അത് മെനുവിൻ്റെ തന്നെ. പിന്നെ DL എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ DL ടാഗ്. ഇത് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ, അതായത് ഈ ടാഗ് സംബന്ധിച്ച് HTML ടാഗ്, ഇതൊക്കെ PYQs എന്ന് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത്. അല്ലാതെ സ്പെസിഫിക് ആയിട്ട് പഠിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. നമുക്ക് PYQൻ്റെ ഈ 4 ഓപ്ഷൻസ് അങ്ങനെ വെച്ച് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ളത്. ഇനി നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു പോർഷനും കൂടി ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതിൻ്റെ ടോപ്പിക്കുകളാണ് ഇത് നോക്കുന്നത്. 46 ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നവിടെ. അതെവിടെയാണ്? സ്വിറ്റ്സർലൻഡാണ്. ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN സ്വിറ്റ്സർലൻഡ്. 47 പരിസ്ഥിതി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ നിയന്ത്രണ ചട്ടക്കൂട് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ISO 14001 14001 ISO 14001 പരിസ്ഥിതി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ നിയന്ത്രണ ചട്ടക്കൂട്. ഇത് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പം സ്വർണ്ണത്തിനാണെങ്കിൽ BIS ഹാൾമാർക്ക് സ്വർണ്ണം എന്നൊക്കെ പറയില്ലേ. പിന്നെ എന്താണ്? ഇപ്പം അലുമിനിയം നമ്മൾ പരസ്യം കാണില്ല, ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ. അത് പരിസ്ഥിതി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ആ ഒരു സർട്ടിഫിക്കേഷൻ ഏതാണ്? ISO 14001. അടുത്തത് 48 ബയോ ഇന്ധനം കൊണ്ട് ഓടിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? ഓപ്ഷൻ ബി സ്റ്റാർ ഡസ്റ്റ് 1.0 ആണ്. ബയോ ഇന്ധനം കൊണ്ട് ഓടിച്ച ആദ്യത്തെ റോക്കറ്റ് ഓപ്ഷൻ ബി സ്റ്റാർ ഡസ്റ്റ് 1.0. 49 DRDO ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നിർമ്മിച്ചെടുത്ത ഒരേ സമയം ഒന്നിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ഉതകുന്ന ലോഞ്ചർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് പിനാക്ക. എന്താണ് ചോദ്യം? DRDO ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നിർമ്മിച്ചെടുത്ത ഒരേ സമയം ഒന്നിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ഉതകുന്ന ലോഞ്ചർ പിനാക്ക. ഇതെല്ലാം തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് പാർട്ടി വരുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ കറണ്ട് അഫയേഴ്സ് ഫോക്കസ് ചെയ്യണം. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഏതിനാണ്? ഇങ്ങനെ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട വിക്ഷേപണങ്ങൾക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. 50-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് പുതുക്കാവുന്ന ഊർജത്തിൻ്റെ ഉറവിടം? ഏതാണ്? സോളാർ എനർജിയാണ്. കാരണം എന്താ? ഈ നാച്ചുറൽ ഗ്യാസും ന്യൂക്ലിയർ എനർജിയും ഫോസിൽ ഫ്യൂലൊക്കെ നമുക്ക് ഇങ്ങനെ റിന്യൂവബിൾ ആണോ? അല്ല. ഫോസിലൊക്കെ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് റിന്യൂവബിൾ ആണോ? റിന്യൂവബിൾ അല്ല. സോളാർ എനർജി എന്ന് പറയുന്നത് റിന്യൂവബിൾ ആണ്. അപ്പോൾ പുതുക്കാവുന്ന ഊർജത്തിൻ്റെ ഉറവിടം ഏതാണ്? സോളാർ എനർജി. നമുക്ക് അടുത്തത് ഇനി നോക്കുന്നത് ഇംഗ്ലീഷാണ്. 71 ആഡ് എ ക്വസ്റ്റ്യൻ ടാഗ്. ഐ ടോൾഡ് യു ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ത് വരും? ഇത് വളരെ ഈസിയാണ്. നമുക്കിത് നോക്കാം എങ്ങനെയാണ്. ഇതിനകത്ത് 2 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഒന്ന്, ഇതിൽ ഫസ്റ്റ് പാർട്ടില്ലേ, ഐ ടോൾഡ് യു എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട്. ഈ പാർട്ടിൽ പോസിറ്റീവാണോ നെഗറ്റീവാണോ ആ പാർട്ടെന്ന് നോക്കണം. ഐ ടോൾഡ് യു ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? ഇവിടെ നെഗറ്റീവായിട്ടൊന്നും ഇല്ലല്ലോ, പോസിറ്റീവ് സെൻറ്റൻസ് അല്ലേ. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നോട്ട് വരുന്നതാണ്. അപ്പം നെഗറ്റീവായിട്ടില്ല, നോട്ടൊന്നുമില്ല. സോ ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ എന്ത് വരണം? നെഗറ്റീവ് സെൻറ്റൻസ് വരണം ക്വസ്റ്റ്യൻ ടാഗ്. ഇനി നോക്കേണ്ടത് ഇവിടെ ക്രിയ എന്ന് പറയുന്ന ഒരു പോർഷനില്ലേ, ക്രിയ. അതായത് ടോൾഡ് എന്ന് പറയുന്നതാണ് ഇവിടെ ക്രിയ. അപ്പോൾ ഇതിനകത്ത് ഇത് പാസ്റ്റ് ആണോ പ്രസൻ്റ് ആണോ? അതായത് ഡുവോ ഡെസ്സോ ഡിഡോ ഇതിലേതാണെന്നാണ് നോക്കേണ്ടത്. ഡു ഡസ് ഡിഡ്. ഇവിടെ എന്താണ്? ടോൾഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. അതായത് ഡിഡാണ്. ഡിഡ് പ്ലസ് ടെൽ ആണ് ടോൾഡ് എന്ന് പറയുന്നത്. ഡിഡ് പ്ലസ് ടെൽ. അപ്പോൾ ഡിഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പാസ്റ്റ് ആണ്. സോ ഇവിടെ ഈ ഡിഡിനെ അങ്ങ് എടുക്കുക. ഐ ടോൾഡ് യു എന്ന് പറയുമ്പോൾ ടോൾഡിനകത്ത് വേറെ ഓക്സിലറി വെർബുകളൊന്നും ഇവിടെ തന്നിട്ടില്ല. ഇപ്പോൾ ഈസ് എന്ന് പറയുന്ന ഒരു ഓക്സിലറി വെർബോ കാര്യങ്ങളൊന്നുമില്ല. ഈസില്ല, ആറില്ല, അങ്ങനത്തെ ഒന്നുമില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ആ വെർബിനെ എന്ത് ചെയ്യണം? അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്തിട്ട് അതിനകത്ത് ആ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്താണെന്ന് നോക്കുക, ഏതാ വരുന്നതെന്ന്. അപ്പോൾ ഇതിനകത്ത് ഡിഡാണ് വരുന്നത്. ഇപ്പം ടെല്ലെന്ന് വന്നു കഴിഞ്ഞാൽ ഏത് വന്നേനെ? ടെല്ല് വന്നു കഴിഞ്ഞെങ്കിൽ ഡെസ് വന്നേനെ അല്ലേ. ഡെസ്സോ ഡുവോ വന്നതിന് ടെല്ല് വന്നായിരുന്നെങ്കിൽ. ഇപ്പോൾ ടോൾഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. സോ ഇവിടെ ഡിഡ് ആണ് വരിക. അപ്പോൾ ഡിഡ് ലാസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു
ലാസ്റ്റത്തെ പാർട്ട് എങ്ങനെ പറഞ്ഞിരുന്നു? ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ലാസ്റ്റ് പാർട്ട് നെഗറ്റീവ് വരണം. അപ്പോൾ നെഗറ്റീവാന്ന് നമുക്കറിയാം. നമുക്ക് ഇപ്പോൾ കിട്ടി ക്വസ്റ്റ്യൻ ടാഗിനകത്ത് വരേണ്ടത് ഡിഡാന്നും കിട്ടി. അപ്പോൾ ഡിഡിനെ നെഗറ്റീവ് ഫോമിലേക്ക് എഴുതുക. ഡിഡിനെ നെഗറ്റീവ് ഫോമിലേക്ക് എഴുതി കഴിയുമ്പോൾ ഡിഡിൻറ്റ് വരും. ഡിഡിൻറ്റ് ഐ ടോൾഡ് യു ഡിഡിൻറ്റ് ഐ. അതാണ് ആൻസർ, ഓപ്ഷൻ ബി. ഇനി 72ാമത്തെ ആൻസർ. വിത്തൗട്ട് സൂപ്പർവിഷൻ ചിൽഡ്രൻ മൈറ്റ് ഈറ്റ് അൺഹെൽത്തി ഫുഡ് ഓർ ലീഡ് എ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. ഐഡൻറ്റിഫൈ ദ മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. അണ്ടർലൈൻഡ് വേർഡിൻ്റെ മീനിങ് ആണ് പറയുന്നത്. സെഡൻറ്ററി. ഇത് നമുക്ക് ഈ ഒരു വാക്കിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. സെഡൻറ്ററി, സെഡേഷൻ. സെഡേഷൻ എന്ന് പറയുന്നൊരു വാക്ക് നമ്മുടെ മൈൻഡിലേക്ക് വരികയാണെങ്കിൽ സെഡൻറ്ററിയുടെ മീനിങ് അറിയത്തില്ലെങ്കിൽ കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം സെഡൻറ്ററി എന്ന് പറയും. സെഡേഷൻ എന്താണ്? നമ്മൾ നിശ്ചലമായി പോകുന്നല്ലേ, നിശ്ചലമായി പോകുന്നു, നമുക്കൊരു അബോധാവസ്ഥയിലേക്ക് പോകുന്നു, അതാണ് സെഡേഷൻ. അപ്പോൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിലേക്ക് പോകുന്നത്, അതായത് ഒരു എന്താണ് ആക്റ്റീവ് അല്ലാത്ത അല്ലെങ്കിൽ എനർജി ഇല്ലാത്ത ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകുന്നു എന്നാണ് ഉദ്ദേശിക്കുക. അപ്പം സെഡൻറ്ററിയുടെ ഓപ്ഷൻസിൽ ഏതാണ്? ഓപ്ഷൻ എ ഇനാക്റ്റീവ്, അതാണ് ശരി. ഓപ്ഷൻ ബിയും ഡിയും നമുക്ക് വെട്ടിക്കളയും, കാരണം സെഡേഷൻ വരുന്ന ഒരാൾ എനർജറ്റിക് ആവുമോ, മൊബൈലാവോ? ഇല്ല. പിന്നെ ഓപ്ഷൻ സി ശ്രദ്ധിക്കുക. സ്റ്റേഷനറി. സ്റ്റേഷനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചലമല്ലേ എന്ന് നമ്മളിങ്ങനെ ഓർക്കും. നിശ്ചലാവസ്ഥയിൽ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതും വന്നുകൂടെ എന്ന് ചിന്തിക്കും. പക്ഷേ ഇവിടെ നമ്മൾ തെറ്റിപ്പോകാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. കാരണം എന്താണ്? നമ്മൾ ഇനാക്റ്റീവ് മാറ്റിയിട്ട് സ്റ്റേഷനറി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ തെറ്റാണ്. കാരണം ഇവിടെ സ്റ്റേഷനറിക്കകത്ത് സ്പെല്ലിങ് നോക്കുക. ലാസ്റ്റ് നോക്കിയേ ERY ആണ്. ആണ് ഇവിടെ വന്നിരിക്കുന്നത്. വന്നു കഴിഞ്ഞാൽ ആ സ്റ്റേഷനറി എന്ന് പറയുന്നത് ഷോപ്പാണ്. അതായത് സ്റ്റേഷനറിക്കകത്ത് ആണ് വരുന്നതെങ്കിൽ അത് സ്റ്റേഷനറി ഷോപ്പാണ് ഉദ്ദേശിക്കുക. സ്റ്റേഷനറി കടയില്ലേ അത്. ഇനി ARY, ക്ക് പകരം ആയിരുന്നു അവിടെ വന്നിരുന്നെങ്കിൽ അതായിരുന്നു നിശ്ചലം എന്നുള്ള മീനിങ് വരിക. അപ്പോൾ സ്റ്റേഷനറി, നിശ്ചലം എന്നുള്ള അതേ ചലിക്കാത്തത്, ആ ഒരു മീനിങ് വരണമെങ്കിൽ ARY വേണം വരാൻ. അപ്പോൾ ERY എന്താണ്? ഷോപ്പാണ്. 73ാമത്തെ ചോദ്യം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് ദ ഫോളോയിങ്. തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? ഇതെന്താണ്? ഓപ്ഷൻ സി ആണ്, ഓപ്പർച്യൂണിറ്റി പ്രിവിലേജ്. ഓപ്പർച്യൂണിറ്റി പ്രിവിലേജ്. അപ്പം സ്പെല്ലിങ് നോക്കുക, സ്പെല്ലിംഗ് പഠിച്ചേക്കാം. നമുക്ക് ജസ്റ്റ് ഒരു ട്രിക്ക് പോലെ ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഇത് നോക്ക്. ഓപ്പർച്യൂണിറ്റി എങ്ങനെ പറയാം? ഓപ്പോ RT യൂണിറ്റി. ഓപ്പോ RT യൂണിറ്റി. ഓപ്പോ RT യൂണിറ്റി, ഓപ്പർച്യൂണിറ്റി. പ്രിവിലേജ്. പ്രിവിലേജിൽ ആദ്യ 2 I, ലാസ്റ്റ് 2 E. ആദ്യ 2 I, ലാസ്റ്റ് 2 E. ആ ഒരു ഐയും E ആണ് മിക്കവാറും പ്രിവിലേജിൽ തെറ്റിപ്പോകുന്നത്. അപ്പോൾ ആദ്യ 2 I, ലാസ്റ്റ് 2 E, അതാണ് പ്രിവിലേജ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി പ്രിവിലേജ്, ഓപ്ഷൻ സി. 74ാമത്തെ ചോദ്യം. ഹി സെഡ് ഹിസ് ജോബ് ഈസ് ടു അറ്റൻഡ് ടു ദ ഡിസീസസ് ഓഫ് ദ ഐ. ഗീവ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ടു ദ അണ്ടർലൈൻഡ് വേർഡ്സ്. ഹി സെഡ് ഹിസ് ജോബ് ഈസ് ടു അറ്റൻഡ് ടു ദ ഡിസീസസ് ഓഫ് ദ ഐ. ഐയുടെ ഡിസീസസ് ആ ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ അതിനോട് ഡീൽ ചെയ്യുക എന്നുള്ളതാണ് പുള്ളിയുടെ ജോബ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ആണോ B ആണോ എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അതായത് ഒഫ്താൽമോളജിസ്റ്റാണ് കണ്ണിൻ്റെ ഡോക്ടർ. അപ്പോൾ പുള്ളിയാണ് കണ്ണിൻ്റെ രോഗം അറ്റൻഡ് ചെയ്യുന്നത്. അത് രോഗാവസ്ഥ ഡീൽ ചെയ്യുന്ന ആളാരാണ്? ഒഫ്താൽമോളജിസ്റ്റ്, ഓപ്ഷൻ എ. അപ്പോൾ ഒപ്റ്റീഷ്യൻ ആരാണ്? ഒപ്റ്റീഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണട വ്യാപാരി അല്ലെങ്കിൽ നേത്ര പരിശോധകൻ എന്നൊക്കെ പറയും. നേത്ര പരിശോധകൻ നമ്മളിപ്പോൾ കണ്ണാശുപത്രിയിലല്ല, കണ്ണിൻ്റെ കണ്ണാടി കടയിൽ പോവുക. കണ്ണാടി കടയിൽ പോകുമ്പോൾ അവിടെ എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് നമ്മുടെ കണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരാൾ ഇരിപ്പുണ്ടാവുമല്ലോ. ആ ആളാണ് ഒപ്റ്റീഷ്യൻ എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ സി അക്കൽറ്റിസ്റ്റ്. ഓപ്ഷൻ സി അക്കൽറ്റിസ്റ്റ്. അക്കൽറ്റിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഗൂഢ ശാസ്ത്രജ്ഞൻ. അതായത് സ്പിരിച്വലിസ്റ്റ്, പാരാസൈക്കോളജിസ്റ്റ്, അങ്ങനത്തെ ആളാണ് അക്കൽറ്റിസ്റ്റ്. അടുത്തത് അബ്സ്ട്രീഷൻ ആരാണ്? അബ്സ്റ്റട്രീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവ ചികിത്സകൻ. ചൈൽഡ് ബർത്ത് ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രഗ്നൻറ്റ് വിമൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ആളാണ് അബ്സ്റ്റട്രീഷൻ. ആ സ്പെല്ലിങ്ങുകൾ പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ ഇതായിരിക്കും ഇനി അടുത്ത സ്പെല്ലിംഗ് ടെസ്റ്റ് ചോദിക്കുന്നത്. അബ്സ്റ്റട്രീഷൻ ആരാണ്? പുള്ളിയാണ് പ്രസവ ചികിത്സകൻ. ചൈൽഡ് ബർത്ത് ഡീൽ ചെയ്യുന്നത് പുള്ളിയാണ്. അപ്പോൾ ഗൈനക്കോളജിസ്റ്റ് ആരാണ്? ഗൈനക്കോളജിസ്റ്റ്
ഈ ചൈൽഡ് ബെർത്തോ അത് മാത്രമല്ല, പ്രഗ്നൻറ്റ് വുമൻ്റെ കാര്യം മാത്രമല്ല, ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് വിമൻസിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, ഹെൽത്ത്, ഇതിനെ മുഴുവൻ ടേക്ക് കെയർ ചെയ്യുന്ന ആളാണ് ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഒബ്സ്റ്റട്രീഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവ ചികിത്സകൻ, പ്രസവവുമായി ബന്ധപ്പെട്ട ചൈൽഡ് ബെർത്തും പിന്നെ പ്രഗ്നൻസി ആ ഒരു കാര്യം മാത്രം ഡീൽ ചെയ്യുന്നതാണ്. ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഡീൽ ചെയ്യുന്ന ആളാണ് വിമൻസിൻ്റെ. ഇനി 75-ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ഓഫ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ്? അവർ എൻറ്റയർ ക്ലാസ് ഇൻ ക്വാക്കിംഗ് ഇൻ ഇറ്റ്സ് ബൂട്ട്സ്. എന്താണ്? ഓപ്ഷൻ സി, ടു ട്രെമ്പിൾ വിത്ത് ഫിയർ ഓർ നെർവസ്നെസ്. ഓപ്ഷൻ സി ആണ് ആൻസർ, ടു ട്രെമ്പിൾ വിത്ത് ഫിയർ ഓർ നെർവസ്നെസ്. അവർ എൻറ്റയർ ക്ലാസ് ഈസ് ക്വാക്കിംഗ് ഇൻ ഇറ്റ്സ് ബൂട്ട്സ്. അവർ എൻറ്റയർ ക്ലാസ് ഈസ് ക്വാക്കിംഗ് ഇൻ ഇറ്റ്സ് ബൂട്ട്സ്. ട്രെമ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? വിറയ്ക്കുക. ട്രെമ്പിൾ, വിറയ്ക്കുക. 76-ാമത്തെ ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ അപ്രോപ്രിയേറ്റ് വേർഡ്. ദ മാനേജർ ഡാഷ് ടു എ പേ ഹൈക്ക് നെക്സ്റ്റ് മന്ത്. അതിൻ്റെ ആൻസർ ഡി, അല്ലൂഡാണ്. അലൂഡ്. ദ മാനേജർ അലൂഡ് ടു പേ ഹൈക്ക് നെക്സ്റ്റ് മന്ത്. അപ്പോൾ ഈ അലൂഡിൻ്റെ അർത്ഥം സൂചിപ്പിക്കാം. ഇനി ഓപ്ഷൻസ് നോക്കാം. എലൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറുക എന്നാണ് അർത്ഥം. എലൂഡ് എന്താണ്? ഒഴിഞ്ഞു മാറുക. ഓപ്ഷൻ സി എന്താണ്? കലൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകൂടുക. കൂട്ടുകൂടുക. കൊളീഷനൊക്കെ പറയില്ലേ, ആ സംഗതി, കൂട്ടിമുട്ടുന്നത്. ഇനി അടുത്ത് ഇലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭ്രമം, മായ, മിഥ്യാബോധം, ഇതൊക്കെയാണ് ഇലൂഷൻ. 77-ാമത്തെ ചോദ്യം, ചൂസ് ദ വേർഡ് നിയർലി ഓപ്പോസിറ്റ് ഇൻ ദ മീനിങ് ഓഫ് വേർഡ് ഫാക്റ്റ്. ഫാക്റ്റിന് ഓപ്പോസിറ്റ് ഏതാണ്? ഫിക്ഷൻ. റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഫാക്റ്റാണ്. ഇമാജിനേഷൻ എന്താണ്? ഫാക്റ്റിന് ഓപ്പോസിറ്റ് വരുന്ന ഫിക്ഷനാണ്. ഇമാജിനേഷൻ നമ്മൾ ഇമാജിൻ ചെയ്യാവുന്നൊരു മീനിങ്. ഫിക്ഷൻ എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യം എന്തോ അതിന് ഓപ്പോസിറ്റായിട്ട് വരുന്നു. ഇമാജിൻ ചെയ്യുന്നത് നമുക്ക് എന്താണ്? യാഥാർത്ഥ്യമല്ലാത്തത് മാത്രമാണ് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നത് അല്ല, യാഥാർത്ഥ്യമായതും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഫാക്റ്റിന് ഓപ്പോസിറ്റ് ഫിക്ഷനാണ്. 78-ാമത്തെ ചോദ്യം, ഫൈ ഓൺ ഹിം ഹു professes friendship but lacks the sincerity of a friend. Change the above sentence into assertive. അസർട്ടീവായിട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 78 ഡിലീറ്റഡ് ആണ്. 79, fill in the blank with the appropriate word. The brothers together with their sister dash here. ഇതിൻ്റെ ആൻസർ എന്ത് വരും? ഇവിടെ ഈസ് ആണോ ആറാണോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ. ദ ബ്രദേഴ്സ് ടുഗദർ വിത്ത് ദെയർ സിസ്റ്റർ. ഇവിടെ സിസ്റ്റർ എന്നുള്ളതൊരു സിംഗുലർ വേർഡും ബ്രദേഴ്സ് എന്നുള്ളതൊരു പ്ലൂറലുമാണ്. അപ്പോൾ ഇതിനകത്ത് ആറാണോ ഈസാണോ യൂസ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ടുഗദർ വിത്ത് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സബ്ജക്റ്റ് അനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ടുഗദർ വിത്ത് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സബ്ജക്റ്റ് അനുസരിച്ച് വേണം ഇവിടെ ഓക്സിലറി വെർബ് ചേർക്കാൻ. അപ്പോൾ ബ്രദേഴ്സ് ടുഗദർ വിത്ത് ദെയർ സിസ്റ്റർ. അപ്പോൾ ആരെ എടുക്കണം? ബ്രദേഴ്സ് എടുക്കണം. ബ്രദേഴ്സ് എന്താണ്? പ്ലൂറലാണ്. സോ ഇതിനകത്ത് ഏതായിരിക്കും ആൻസർ? ആറാണ് ആൻസറായിട്ട് വരിക. ഇവിടെ ഒരു കാര്യം ഓർത്താൽ മതി. ടുഗദർ വിത്ത് ദെയർ സിസ്റ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ആർക്കാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്? ഒരാളെയും അതിൻ്റെ കൂടെ ബാക്കിയുള്ളതും എന്നാണ് പറഞ്ഞത്. ഒരാളെയും അതിൻ്റെ കൂടെയാണ് ബാക്കിയുള്ളത്. അപ്പോൾ ആർക്കാണ് പ്രാധാന്യം? ആ ആൾക്കാണ്. ആ ഒരാൾക്ക് മീൻസ് ആദ്യത്തെ ആൾക്കാണ് പ്രാധാന്യം. ആ ആളുടെ കൂടെയാണ് ബാക്കിയുള്ളവർ. അപ്പം എൻ്റെ കൂടെയാണ്, അപ്പോൾ എനിക്കാണ് പ്രാധാന്യം വരിക. ബാക്കിയുള്ളവരെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. അവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ആരാണ്? എൻ്റെ കൂടെ എന്ന് പറയുമ്പം എനിക്കല്ലേ പ്രാധാന്യം. അപ്പം ടുഗദർ വിത്ത് വരുമ്പോൾ ഫസ്റ്റ് ആളെ വേണം എടുക്കാനായിട്ട്, കാരണം ആ ആളുടെ കൂടെയാണ് ബാക്കിയുള്ളവർ വരിക. സോ ബ്രദേഴ്സ് ടുഗദർ വിത്ത് എ സിസ്റ്റർ. അപ്പോൾ ഫസ്റ്റ് എടുത്തു, അത് ആറാണ്. 80-ാമത്തെ ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്. മൈ മദർ ഹെൽപ്ഡ് മീ ഡാഷ് മൈ ഹോംവർക്ക്. ഇവിടെ ഡു മൈ ഹോംവർക്ക്. ഹെൽപ്ഡ് മീ ഡു മൈ ഹോംവർക്ക് അത്രയും മതി. ടു ഡു വേണ്ട. 81, പിക്ക് ദ ഓപ്ഷൻ ദ ടേൺസ് ദ സെൻറ്റൻസ് പാസീവ്. ഈ താഴത്തെ നിൽക്കുന്ന സെൻറ്റൻസിനെ പാസീവാക്കി മാറ്റുന്ന ഓപ്ഷൻ ഏതാണ്? സംതിങ് ഡാഷ് ഹാപ്പൻഡ് ഓർ ദേ വുഡ് ബി ഹിയർ ബൈ നൗ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, മസ്റ്റ് ഹാവ്. സംതിങ് മസ്റ്റ് ഹാവ്. 82, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ആർട്ടിക്കിൾ.
Mr. Bajaj was dash very fastidious person who lived in dash small house with dash beautiful garden. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, എല്ലാം എ ആണ്. മിസ്റ്റർ ബജാജ് വാസ് എ വെരി ഫാസ്റ്റിഡിയസ് പേഴ്സൺ ഹു ലിവ്ഡ് ഇൻ എ സ്മോൾ ഹൗസ് വിത്ത് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. ആൻ വരണമെങ്കിൽ എന്ത് പറഞ്ഞേനെ? വവൽ സൗണ്ട്സ് വന്നേനെ. ആൻ വരണമെങ്കിൽ ആൻ വരണമെങ്കിൽ വവൽ സൗണ്ട്സ്. ഇവിടെ വവൽ സൗണ്ട്സിൻ്റെ ഒന്നും ഇല്ല. പിന്നെ ധ വരണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും കാര്യം പറയണം. സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ പറയുമ്പോഴാണ് ഇങ്ങനെ സാധാരണ സെൻറ്റൻസിൽ ധ വരുന്നത്. അല്ലാതെ ധായ്ക്ക് വേറെ വേറെ കാര്യങ്ങളിലും ധ വരും. എങ്കിലും മെയിനായിട്ടും ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പറയുമ്പോഴാണ്. പിന്നെ പോയിട്ട് എ ആണ്. അപ്പം എ എഴുതുക. ഇത് ജസ്റ്റ് ഒന്ന് ട്രിക്കായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇത് എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ വവൽ സൗണ്ട്സിൻ്റെ കറക്റ്റായിട്ട് വരുന്നത് നോക്കണം. എ ഇ ഐ ഒ നമ്മൾ സ്കൂളുകളിൽ യു ആണ് പഠിക്കുന്നത്. യു അല്ല, ആ എന്ന് പറയുന്നൊരു സൗണ്ടാണ് വരേണ്ടത്. എ ഇ ഐ ഒ ആ എന്ന് പറയുന്ന ആ ഒരു സൗണ്ട് ഇത് വരുമ്പോഴാണ് ആൻ ചേർക്കുന്നത്. അപ്പോൾ വവൽ സൗണ്ട്സിൽ എ ഇ ഐ ഒ യുവിൻ്റെ സൗണ്ട് എന്താണ് ശരിക്കും വരേണ്ടത്? ആ എന്നാണ് ആ സൗണ്ട് വരേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് ആൻ ചേർക്കുക. അപ്പം ബാക്കിയുള്ളതിൻ്റെ ഈ ആൻ ചേർക്കുന്നത് ഈ വൗൽ സൗണ്ട്സിൽ മാത്രമല്ല, അല്ലാതെ വരുമ്പോഴും ചിലയിടത്ത് ആൻ ചേർക്കാനുണ്ട്. ആനല്ല, ധ ചേർക്കാനുണ്ട്. ആ ധ ചേർക്കുന്നതും എ ചേർക്കുന്നതും എപ്പോഴൊക്കെയാണ് നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. 83. ചൂസ് അപ്രോപ്രിയേറ്റ് മോഡൽസ് ഫ്രം ദ ഓപ്ഷൻസ് ബിലോ. Kamala took a long flight from Tanzania. She dash be exhausted. After that, I told her, you dash rest, dear. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, മസ്റ്റ്, ഷുഡ്. അടുത്തത് 84ാമത്തെ ചോദ്യം. കറക്റ്റ് സെൻറ്റൻസ് ഇഫ് ദെയർ ഈസ് ആൻ എറർ. You can pass the examination if you answer the questions with precision, accuracy and quickly. ഇതിനകത്ത് ഏത് തെറ്റായിട്ടുള്ള പാർട്ടുണ്ടെങ്കിൽ അത് കറക്റ്റാക്കുക എന്ന് പറയുന്നത്. ലാസ്റ്റ് നോക്കി, പ്രിസിഷൻ, ആക്യുറേറ്റ്ലി ആൻഡ് ക്വിക്ക്ലി. നമ്മൾ എക്സാം നമ്മൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ പ്രിസൈസായിട്ടും ആക്യുറേറ്റ് ആയിട്ടും ക്വിക്കായിട്ടും എഴുതി കഴിഞ്ഞാൽ നമ്മൾ എക്സാം പാസ്സാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ലാസ്റ്റ് നോക്കി, ആ സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ വിത്ത് പ്രിസിഷൻ, ഇഫ് യു ആൻസർ ദ ക്വസ്റ്റ്യൻ വിത്ത് പ്രിസിഷൻ, ആക്യുറേറ്റ്ലി ആൻഡ് ക്വിക്ക്ലി. ഇവിടെ ഈ ആക്യുറേറ്റ്ലി ക്വിക്ക്ലി ഇത് അഡ്വർബ്സ് ആണ്. ആ വെർബിനെ നമ്മൾ ക്വസ്റ്റ്യൻസിന് നമ്മൾ ഒന്നോടെ നമ്മൾ ആൻസർ ചെയ്യില്ലേ, ആ ആൻസർ ചെയ്യുന്നതിനെ കുറച്ചും കൂടെ നമ്മൾ മോഡിഫൈ അതിനെ ഒന്നോടെയും ഇതാക്കി കാണിക്കുന്നതാണ് അഡ്വർബ് എന്ന് പറയുന്നത്. വെർബിനെ ഒന്നോടെ നമ്മൾ അതിന് ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയാനായിട്ടാണ് അഡ്വർബ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിയേ, പ്രിസിഷൻ എന്ന് പറയുന്നത് ഒരു നൗണാണ്, ഒരു പേരായ ശബ്ദം നമ്മൾ പറയില്ലേ, അതാണ് നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ നൗണാണ് പ്രിസിഷൻ. അപ്പോൾ പ്രിസിഷൻ നൗണായിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുക. ആക്യുറേറ്റ്ലിയും ക്വിക്ക്ലിയും കണ്ടോ, അത് രണ്ടും അഡ്വർബായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പ്രിസിഷനും എന്തായിട്ട് തന്നെ യൂസ് ചെയ്യണം? അഡ്വർബായിട്ട് യൂസ് ചെയ്യണം. പ്രിസിഷൻ ഒരു നൗണായിട്ട് ഇവിടെ നാമമായിട്ട് യൂസ് ചെയ്യുന്നത്. ശരിക്കും നമുക്ക് എന്തായിട്ടാണ് വേണ്ടത്? നമ്മൾ ആൻസർ ചെയ്യുന്നതിനെ, നമ്മൾ ആൻസർ എഴുതുക, അപ്പോൾ അതിനെ നമ്മൾ ഒന്നോടെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയാനായിട്ടാണ് അഡ്വർബ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ സ്പെസിഫൈ ചെയ്ത് പറയാനായിട്ട്, അതായത് ആ വെർബിനെ സ്പെസിഫൈ ചെയ്ത് പറയാനായിട്ട് നമ്മൾ നൗൺ അല്ല യൂസ് ചെയ്യേണ്ടത്, അഡ്വർബ് യൂസ് ചെയ്യണം. അപ്പോൾ ഈ പ്രിസിഷൻ എന്ന് പറയുന്ന നൗണിനെ നമ്മൾ എന്താക്കിയാണ് എഴുതേണ്ടത്? ഒരു അഡ്വർബായിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ, പ്രിസൈസ്ലി, ആക്യുറേറ്റ്ലി, ക്വിക്ക്ലി. അത് മൂന്നും എന്ത് വരുന്നു? അഡ്വർബ്സ് വരുന്നത്. കാരണം ഇവിടെ മാറ്റിയതിന് കാരണം എന്താണ്? പ്രിസിഷൻ എന്ന് പറയുന്നത് നൗണാണ്. 85. Complete the sentence. If Suhra lent us her car, we dash. We could go to Alua. ഇതൊരു ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസ് എന്താണ്? ഇഫ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് V2 വന്നിരുന്നെങ്കിൽ വുഡ്, V2 ആണ് വരുന്നെങ്കിൽ ഇഫ് പ്ലസ് V2, ഇതിങ്ങനെ അങ്ങ് പഠിച്ചേക്കുക. ഇഫ് പ്ലസ് V2 വന്നാൽ വുഡ് അല്ലെങ്കിൽ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1. ഇഫ് പ്ലസ് V2 വന്നാൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. അടുത്തത് ഇഫ് പ്ലസ് V1 സിമ്പിൾ പ്രസൻറ്റ് വന്നാൽ, ഇഫ് പ്ലസ് V1 വന്നു കഴിഞ്ഞാൽ വില്ല്, ഷാള്, ക്യാന്, മേയ് പ്ലസ് V1. ഇഫ് പ്ലസ് V1 വന്നു കഴിഞ്ഞാൽ വില്ല്, ഷാള്, ക്യാന്, മേയ് ഇതിലേതെങ്കിലും എഴുതുക, പ്ലസ് V1 ചേർക്കുക. അപ്പം ഇഫ് പ്ലസ് V2 വന്നു കഴിഞ്ഞാൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 തന്നെ ചേർക്കുക. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ഇഫ് പ്ലസ് ഹാർഡ് V3.
V3 ഫോം വന്നു കഴിഞ്ഞാൽ അതിന് ഹാർഡ് ചേർക്കണം. അപ്പോൾ ഇഫ് പ്ലസ് ഹാർഡ് V3 വന്നു കഴിഞ്ഞാൽ വുഡ് കുഡ് ഷുഡ് മൈറ്റ് പ്ലസ് ഹാവ് V3. ഇഫ് പ്ലസ് ഹാർഡ് V3 വന്നാൽ വുഡ് കുഡ് ഷുഡ് മൈറ്റ് പ്ലസ് ഹാവ് V3. 86ാമത്തെ ചോദ്യം, പിക്ക് എ പ്രിപ്പോസിഷൻ. ഐ എം അക്കസ്റ്റംഡ് ഡാഷ് ഹാർഡ് വർക്ക്. അക്കസ്റ്റംഡ് എന്ന് വെച്ചാൽ എന്താ? ശീലിച്ചു. അപ്പോൾ അക്കസ്റ്റംഡ് ഐറ്റ് പ്രിപ്പോസിഷൻ ടു ആണ്. അക്കസ്റ്റംഡ് ടു, അതങ്ങനെ അങ്ങ് പഠിച്ചു വെക്കുക. അക്കസ്റ്റംഡ് ടു. 87, സിംഗിൾ ദ ഓഡ് വൺ ഔട്ട്. ഏതാണ്? ഷിപ്പ് റെക്ക്, പ്ലെയിൻ റെക്ക്, കാർ റെക്ക്, ട്രെയിൻ റെക്ക്. ഇതിൽ ആൻസർ എ ആണ്. ഷിപ്പ് റെക്കാണ് ഓഡ് വൺ. 88ാമത്തെ ചോദ്യം, മിഥുൻ ഹാസ് എ ഡാഷ് ഓഫ് ഡോക്ടേഴ്സ്, സെലക്ട് ദ കറക്റ്റ് ഫോം ഓഫ് ട്രസ്റ്റ്. അതായത് മിഥുന് തന്നിരിക്കുന്ന എല്ലാം ട്രസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡിസ്ട്രസ്റ്റ് ആണ് ട്രസ്റ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത്. അടുത്തത് 89, യൂസ് എ ഫ്രേസർ വെൽപ്പ്. ഹി ഡസ് നോട്ട് ഡാഷ് എനി മിസ്ബിഹേവിയർ ഇൻ ഹിസ് ക്ലാസ്. ആൻസർ എന്താണ്? ബി പൊട്ടപ്പിത്ത്. ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല ആ ഒരു മിസ്ബിഹേവിയർ. അപ്പം അതിൻ്റെ ആൻസർ പൊട്ടപ്പിത്ത്. 90, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രൈമ ഫേസിയ? പ്രൈമ ഫേസിയയുടെ മീനിങ് എന്താണ്? അറ്റ് ഫസ്റ്റ് വ്യൂ. അറ്റ് ഫസ്റ്റ് വ്യൂ. ഓപ്ഷൻ ഡി. 91ാമത്തെ ചോദ്യം, ശരിയായ രൂപമേത്? ഓപ്ഷൻ ബി ആണ് ജീവച്ചവം. 92, സഹിതം. വിപരീതം എന്താണ്? രഹിതം. സഹിതം, രഹിതം. പറയുന്ന ആൾ, ഒറ്റപ്പദമേത്? വക്താവ്. പറയുന്ന ആൾ വക്താവ്. 94, സ്ട്രൈക്ക് ബ്രേക്കർ. എന്താണ് സ്ട്രൈക്ക് ബ്രേക്കർ? കരിങ്കാലി. 95, ജലം പര്യായ പദം ഏത്? ജലത്തിൻ്റെ പര്യായം ഏതാണ്? ഓപ്ഷൻ ഡി അപ്പാണ് ജലത്തിൻ്റെ പര്യായം. അപ്പം നീരജം എന്താ? നീരജം താമര. നീരജം താമര. മരന്തം പൂന്തേൻ. മരന്തം പൂന്തേൻ. അമ്പുതം മേഘം. അമ്പുതം മേഘം. 96, കണ്ടു. പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി കൺ പ്ലസ് തു. കണ്ടു. 97 ഡിലീറ്റഡ് ആണ്. 98, കഷ്ടപ്പെടുത്തുക. നക്ഷത്രം എണ്ണിക്കുക. എ നക്ഷത്രം എണ്ണിക്കുക, അതാണ് കഷ്ടപ്പെടുത്തുക. 99, ആ പ്ലസ് കാലം ചേർത്തെഴുതിയാൽ അക്കാലം. ആ പ്ലസ് കാലം അക്കാലം. ഇപ്പം നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാത്സ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ അടുത്ത ക്ലാസ്സിൽ കാണാം. മാത്സ് നമ്മൾ എന്താണ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ മാത്സിൻ്റെ കുറച്ചും കൂടെ നല്ല ക്ലാസ്സുകൾ നമുക്കൊരുപാട് അവൈലബിൾ ആണ്. യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നമുക്കത് കിട്ടും. അതുകൊണ്ട് മാത്സ് ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, മാത്സ് നമ്മൾ ഇൻക്ലൂഡഡ് ആക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക്